കഴിയുന്നു. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ക്ലിപ്പ് എഡിറ്റ് ചെയ്യണ രീതി കാണിച്ചിട്ട് നമുക്ക് ക്യാൻവാസ് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാൻവാസ് തിരഞ്ഞെടുക്കാൻ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ഇൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ മ്യൂസിക് കാര്യങ്ങൾ ആഡ് ചെയ്യാം. മ്യൂസിക് തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെയുള്ള മ്യൂസിക് വരും. അതല്ലാതെ നമ്മുടെ ഫോണിലുള്ളത് കിട്ടും. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എഫക്റ്റ് കാര്യങ്ങൾ ഇതുപോലുള്ള എഫക്റ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇനി റെക്കോർഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ റെഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വോയിസ് തന്നെ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ് AI സ്പീച്ച് അതും ഉണ്ട് കേട്ടോ അതിൽ. പിന്നത്തെയാണ് സ്റ്റിക്കർ കാര്യങ്ങൾ. അതിൽ സ്റ്റിക്കർ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇത് ലോഡായിട്ടില്ല. ഇതുപോലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ. ക്രിസ്മസിൻ്റെ ആയാലും ന്യൂ ഇയർ അങ്ങനെ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമാണ് നമുക്ക് ഇപ്പോൾ വേണ്ടതെങ്കിൽ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളതും വരും. ഇപ്പോൾ ഇത് ലോഡാവാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരിതൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് കണ്ടല്ലോ, ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനത്തുള്ള പലതരത്തിലുള്ള സ്റ്റിക്കർ വരും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക. ഓക്കെ അമർത്തി കഴിഞ്ഞ് ഈ സ്റ്റിക്കർ അതിലുണ്ടാവും കേട്ടോ. ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഇത് കളയുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് അത് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതിൽ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റം വരുത്താം. ബാക്ക്ഗ്രൗണ്ട് എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോൺ സ്റ്റൈലൊക്കെ. ഇനിയിപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എഴുത്ത് വലുതാക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് സ്പീച്ചും കാര്യങ്ങളും എല്ലാം കൊടുക്കാവുന്നതാണ്. പിന്നത്തെ ഇതിലും ടെക്സ്റ്റ് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പിന്നെ എഫക്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ. എഫക്റ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സൂം, സ്ലോ, ജംപ്, സൂം ഔട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അതും പല ടൈപ്പിലുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. നമുക്ക് ഒറിജിനൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഫക്റ്റ് ആണെങ്കിൽ അതിലും പലതരത്തിലുള്ള ഉണ്ട്. ഇതിൽ കണ്ട ലൈനും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ കളറും കാര്യങ്ങളും. അത് ഓക്കെ അമർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിൽറ്റർ എടുത്ത് കാണിച്ചു പോകുന്നത് തന്നെ. പിന്നെ പൈപ്പാണോ പിപ്പാണോ എന്നറിയില്ല കേട്ടോ. അതാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേറൊരു ഇമേജ് കയറി വരും. അത് നമുക്ക് ഇതിലിടാം. പിന്നെ ഉള്ളത് ഡീറ്റെയിൽസ്, പിന്നെ വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അതും ഉണ്ട്. പിന്നെ ക്രോപ്പ് ചെയ്യാം. ഈ ഇമേജാണ് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ വോയിസ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലത്തെ വോയിസ് ഞാൻ ഓൾറെഡി കളഞ്ഞിട്ടിരിക്കുന്ന കാരണം കൊണ്ടാണ്. ഇനിയിപ്പോൾ അത് അൺമ്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ വോയിസ് എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വോയിസ്, മെയിൽ വോയിസ്, ഗേൾസിൻ്റെ അങ്ങനെ പലതരത്തിലുള്ള വോയിസ് കാര്യങ്ങൾ ഇതിൽ പ്ലേ ആവും. പിന്നെ അത് കൂടാണ്ട് ഉള്ള വോയിസ് എഫക്റ്റ് കാര്യങ്ങൾ ഇതിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഇമേജ് തന്നെ വേണ്ടി കൊടുക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നീക്കി കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഷോട്ടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. ഇത് എഡിറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് എന്നുള്ളത് എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ എക്സ്പോർട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ചെയ്ത വീഡിയോ നമുക്ക് എഡിറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ അതാണ് ഇൻഷോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ.